ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് എന്താ പറയുക, എൻ്റെ കുഞ്ഞു വീടിനെ കുറിച്ച്, അതായത് എൻ്റെ കിളിക്കൂടിനെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ദിവസം എത്തിക്കാമെന്ന് പറഞ്ഞു, എൻ്റെ ഹോം ടൂറ്. സോ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കൊച്ചു വീട്, അതായത് എൻ്റെ കിളിക്കൂടിനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഇതെൻ്റെ മുറ്റാണ്. ഞാൻ മുറ്റത്തിൽ നിന്ന് പതിയെ ക്യാമറ റോൾ ചെയ്ത് വലിയ ക്യാമറാമാനൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇവളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈവിൽ. എൻ്റെ സുഹൃത്ത്, ഓക്കെ, ഒരു ബൈക്കിനും എൻ്റെ കൂട്ടുകാരി ആവാൻ പറ്റും, അതാണ് ഓള്. ആ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന മുല്ലയാണ്. എനിക്ക് മുല്ല ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അത് മുല്ല എവിടെ കെട്ടി വെച്ചിരിക്കണ കണ്ടാലും ഞാൻ ഇങ്ങനെ മുല്ല എന്ന് നടന്ന് വിളിക്കും. സോ അത്ര ഇഷ്ടമാണ് എനിക്ക് മുല്ലപ്പൂനെ. ഇത് എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടാണ് ഗൈസ്. ഒരു കുഞ്ഞു കിളിക്കൂടാണ്, കൂടുതലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എൻ്റെ വാളിലെല്ലാം ഞാൻ ബ്ലൂ അടിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ അടിച്ചേക്കണത്. ഇത് സെഹ്റയുടെ പണിയാണ്. മുഫിദ സെഹ്റ എന്നൊക്കെ പറഞ്ഞ ലവൊക്കെ വരച്ച് വെച്ചേക്കണത് സെഹ്റയുടെ പണിയാണ്. സോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോയിൽ ആൾക്കാരൊന്നും ഇല്ലയെന്നൊന്നും ഇനി കംപ്ലയിൻറ്റ് പറയത്തില്ല. അത് ആ 3 പേര് ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ട്. ഞങ്ങളെയും കൂടെ വീഡിയോക്കുള്ളിൽ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അതേ റോക്കിയും മിട്ടുവും കുഞ്ഞാപ്പും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. സോ ഇതാണ് ഹാളെന്ന് പറയണേ. എൻ്റെ കിളിക്കൂട്ടിൻ്റെ ഹാള് ഇങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത് കേട്ടോ. ഇത് കുഞ്ഞൊരു ഊഞ്ഞാലാണ്. എപ്പോഴും ഒരിക്കലും ഭ്രമം തോന്നിയിട്ട് മേടിച്ചിട്ടതാണ്. വീട്ടിൽ ഊഞ്ഞാലിരിക്കാമല്ലോ, ടി വി ഒക്കെ കാണുന്ന സമയത്ത് അവിടെ നിന്ന് റിലാക്സ് ആയിട്ടിരിക്കാമല്ലോ, ചായയൊക്കെ കുടിച്ചിരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ടാണ്. മേടിച്ചിട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കയറി ഇരിക്കത്തൊന്നുമില്ല ഗൈസ്, അതങ്ങനെയാണല്ലോ. ഇതാണ് എൻ്റെ ഹാളെന്ന് പറയുന്നത് കേട്ടോ. എല്ലാത്തിലും ഒരു നീല ഷെയ്ഡ് കാണും. സോ എനിക്ക് അത്രത്തോളം നീല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കല്ലേ. ഗ്രീനും അതുപോലെ ഇഷ്ടമാണ് എനിക്ക്. ഗ്രീനും എനിക്ക് അതുപോലെ തന്നെ ഇഷ്ടമാണ്. പ്ലാന്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. സോ അത്യാവശ്യമൊക്കെ നോക്കലുണ്ട് പ്ലാന്റ്സിനെ. അങ്ങനെ ഓവറായിട്ട് അങ്ങനെ ഒരു ഭ്രാന്ത് പ്ലാന്റ്സിനോടില്ല. എന്നാൽ പോലും എനിക്ക് അത്യാവശ്യം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അതാ കാണുന്നത് ബാത്റൂമാണ്, വാതിലിൻ്റെ അപ്പുറത്ത് ബാത്റൂമാണ്. എന്തായാലും ഞാൻ വീഡിയോക്കുള്ളിൽ അത് എടുക്കണില്ല. സോ ഇത് കുഞ്ഞു മേശ, അതാ ഈ കാണുന്നതാണ് എൻ്റെ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റൂം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമസ്കാര റൂമെന്ന്, ഞാൻ ലൈവിൽ എന്തോ പറഞ്ഞ ഓർമ്മയുണ്ട്. ഇതാണ് എൻ്റെ ആ നമസ്കാര റൂം, എൻ്റെ കുഞ്ഞ് പ്രയർ റൂം. സോ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നിശ്ചയം അത് ഈ റൂം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമിൽ എപ്പോഴും ഖുർആൻ്റെ ഒരു സൗണ്ടുള്ളൊരു വീടാണ്, എപ്പോഴും ഇബാദത്ത് ചെയ്യുന്നൊരു സ്ഥലമാണ്. എൻ്റെ മദീനയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇഷ്ടത്തോടു കൂടി മേടിച്ച് വെച്ച ആദ്യ ഫ്രെയിം എന്ന് പറയുന്നത് എൻ്റെ മദീനയാണ്. അതിന് ശേഷമാണ് അൽഹംദുലില്ലാഹ് എനിക്ക് മദീനയിൽ എത്താൻ പറ്റിയതും. സോ ആ കാണുന്നത് കണ്ടോ, അസ്മാഉൽ ഹുസ്നയാണ്. അതിന് മുമ്പ് എൻ്റെ ഖുർആൻ കളക്ഷൻസ് കാണിച്ചു തരാം. 2 ഖുർആൻ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും മുകളിലിരിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ സമ്മാനിച്ചതാണ്. അതും ബ്ലൂ തന്നെ എനിക്ക് വേണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. സോ ഒരു അത്തർ എപ്പോഴും എനിക്ക് ഉണ്ടാവണം. അത് നമസ്കരിക്കുന്ന സമയത്ത് കുപ്പായത്തിൽ അത്തറിൻ്റെ സ്മെല്ല് ഇഷ്ടമാണ് എനിക്ക്. സോ നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും ചേരുന്നത്. ഇപ്പോൾ ഈ നബിദിനത്തിന് അള്ളാഹു എനിക്ക് കൊണ്ട് തന്നൊരു ഗിഫ്റ്റാണിത്. ഒരു കുഞ്ഞു മോൻ, നല്ല ഒരു ഹാഫിളായൊരു മോൻ, അവരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് തന്നതാണ്. സോ മേടിച്ചു. അസ്മാഉൽ ഹുസ്നയാണ്. ഇതെൻ്റെ നമസ്കാര റൂമിൻ്റെ വെളിയിൽ കാഴ്ചകളാണ്. അവിടെ ഒരു എപ്പോഴും കാട് പിടിച്ചിരിക്കുന്ന രീതിയിൽ ഒരു പൂവുണ്ട് കേട്ടോ. ഒരു ചുമന്ന പൂ നിൽക്കുന്ന ഒരു ചെടിയാണ് ആ കാണുന്നത് കേട്ടോ. അത് എത്ര വെട്ടി നശിപ്പിച്ചാലും അവിടെ വീണ്ടും വരും. ചിലത് അങ്ങനെയാണല്ലോ, ഞാൻ നിന്നെ വിട്ട് പോവില്ല എന്നൊരു നിശ്ചയത്തോടു കൂടി നമ്മളോട് ചില മനുഷ്യർ ചേർന്ന് നിൽക്കില്ലേ, അതുപോലെ ചില ചെടികളും അങ്ങനെയാണ്, നമ്മളോട് ചേർന്ന് നിൽക്കും അത്ര. സോ ഇതാണ് എൻ്റെ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂം എന്ന് പറയുന്നത്. സോ ഇതെൻ്റെ കുഞ്ഞ് ഹാള്. കൂടുതലൊന്നും പറയാനില്ല, ഞാൻ പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് കിളിക്കൂടാണ്. അപ്പം അത്രയും പ്രതീക്ഷിച്ചാൽ മതി, കൂടുതൽ വലിയ ഫീച്ചേഴ്സൊന്നും പ്രതീക്ഷിക്കേണ്ട. സോ ഇതെൻ്റെ സെഹ്റയുടെ റൂമാണ്. അവൾ തന്നെ പറയും മച്ചി ഇതെൻ്റെ റൂമാണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള വെട്ടും കുത്തലും ഒക്കെ ഈ റൂമിൽ കാണാൻ പറ്റും. നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിച്ചോണ്ട്. സെഹ്റയുടെ ആയിട്ടുള്ള കുറേ കലവിരുതുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി നോക്കാം. ഇതാ ഇതിൻ്റെ അകത്ത് അവൾ വരച്ച് വെച്ചേക്കണേ. അവളും അവളെ ഇത്തായും കൂടെ സപ്പോർട്ട് ചെയ്ത് വരച്ചേക്കണേ. ഇത് അവൾ ഉപ്പാടെ പേര് ഇങ്ങനെ എഴുതിയിട്ട് ഐ ലവ് യു ഉപ്പി, ഉമ്മി, വാപ്പി എന്നൊക്കെ പറഞ്ഞ് എഴുതി ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു വെക്കും. എത്ര പറഞ്ഞാലും അത് കേൾക്കത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അവൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീടൊന്ന് പെയിൻ്റ് അടിക്കാം, അതുവരെ അവൾ വരച്ച് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. അവൾ മാത്രമല്ല, അനിയത്തിയുടെ മക്കൾ വന്നാലും അവരുടെ സ്ഥിരം വരയ്ക്കുന്ന ഒരു റൂമാണിത്. അവർ ABCD ഒക്കെ എഴുതി കാണിച്ചൊക്കെ എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവർ പെൻസിലെടുക്കുകയും വരയ്ക്കുകയും കുറിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റേതൊക്കെ ആയിട്ടുള്ള അവശിഷ്ടങ്ങൾ ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അവരിവിടെ വന്നിട്ട് കളിക്കുന്ന ഒരു റൂമാണ്. അത് സെഹ്റയുടെ സ്റ്റഡി ടേബിളാണ്. അവളെ പുസ്തകങ്ങളും അവളുടെ തന്നെ റൂമാണെന്ന് പറഞ്ഞാൽ അവൾ കുത്തി കുരിച്ചൊക്കെ വെച്ചിട്ടിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ അല്ലേ.
സോ ഇത് വീണ്ടും ഹാള് തന്നെ. ഹാളിൽ ഞാൻ ചില സമയത്തൊക്കെ എനിക്ക് എന്തെങ്കിലും വാൾ പേപ്പറൊക്കെ ഒട്ടിച്ച് വെക്കാൻ തോന്നുന്ന സമയത്ത്, ക്രേസുള്ള സമയത്ത് മേടിച്ച് വെക്കുന്നതാണ് ഈ പൂക്കളെ ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ അല്ലേ. സോ ഇതാ ഇതെൻ്റെ ക്ലോക്ക് ഓടുന്നില്ല കേട്ടാ, അതിൻ്റെ സമയം മാറ്റിയിടാണ്ട്. പിന്നെ 2 പ്രാവശ്യം ചേഞ്ച് ചെയ്തിട്ടും അത് ക്ലിയർ ആയിട്ടില്ല, ശരിയാക്കണം ഇൻഷാ അല്ലാ. ഇത് ഇവിടെ ഹാളിൽ നിന്നിട്ട് പുറത്തോട്ട് കാണുമ്പോൾ ഉള്ള കാഴ്ചകൾ ഇങ്ങനെയാണ്. കുഞ്ഞു സിറ്റൗട്ടും. ഇതാണ് എൻ്റെ റൂം, അതായത് ഇപ്പോൾ ഞാൻ കിടക്കുന്ന എൻ്റെ ഈ വീട്ടിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള അടുത്തൊരു റൂം എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഉപ്പച്ചിയും ഉമ്മച്ചിയും താമസിച്ചിരുന്ന റൂം എന്ന് പറയുന്നത് ഇതാണ്. സോ ഇപ്പോൾ സാറയുടെ ഉമ്മയാണ് താമസിക്കുന്നത്, ആ റൂമാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരു ചെറിയൊരു യൂട്യൂബിൻ്റെ തന്നെ ഒരു സാധനം അവിടെ ഇരിപ്പുണ്ട്, സ്റ്റാൻഡ്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകട്ടെ എന്ന് പറഞ്ഞ് വെച്ചേക്കണേ, ഈ വീട്ടിൽ യൂട്യൂബർ ഉണ്ടല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ അങ്ങനെ പറയട്ടെ അല്ലേ. സോ ഇതാണ് എൻ്റെ റൂം എന്ന് പറയുന്നത്. കുറച്ച് പഴക്കമുള്ള വീടാണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ. വോളൊക്കെ കാണുമ്പോൾ അത് പെയിൻ്റ് അടിച്ചാലും ചെറുതായിട്ട് ഈ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ തട്ടുന്ന ഒരു സ്ഥലമാണ്, അടുത്ത് വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് വെള്ളക്കെട്ടുണ്ട് കേട്ടോ അവിടെ. അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ എൻ്റെ റൂമിൽ നിന്ന് ഇവിടെ ഈ കിടക്കുന്ന ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നമസ്കാര റൂം കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിസ്കാര റൂം കാണാൻ പറ്റും. നേരത്തെ ആ നമ്മളെ വീടിൻ്റെ അവിടെ ഒരു വീടില്ലായിരുന്നു, നേരെ പള്ളി തന്നെ കാണാൻ പറ്റുമായിരുന്നു. അൽഹംദുലില്ലാ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വീട് അവിടെ വന്ന് നമുക്ക് ജസ്റ്റ് പള്ളി ഒന്ന് മറഞ്ഞു പോയി. ആ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ ജനൽ തുറന്നാൽ നേരെ കാണുന്നത് പള്ളിയാണ്, എപ്പോഴും വെളിച്ചാണ് പള്ളിയിൽ. സോ ഒരു കൊച്ചു ഗ്രാമമായിട്ട് എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ഉള്ളൊരു വ്യക്തിയാണ്. ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് എൻ്റെ വീട് തന്നെയാണ്. എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് അവസാനം ഞാൻ ഈ കൊച്ചു കിളിക്കൂട്ടിൽ വന്ന് അവസാനിക്കാറുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേടുവിന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്ത സംഭവങ്ങളൊക്കെയാണ്. ഇതാ ഒരു കഅബയും ഒരു കുഞ്ഞു മദീനയും കാണുന്നുണ്ടോ, ഇതെനിക്ക് ഹിറയിൽ നിന്നും കിട്ടിയ സമ്മാനമാണ്. അത്ര വാല്യുബിളാണ്. കാരണം റസൂലുള്ളാഹിക്ക് ഹിറ ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ എനിക്ക് വാല്യുബിളാണ് ആ കുഞ്ഞു ഗിഫ്റ്റ്. ഇതാ കണ്ടോ, അത്യാവശ്യമൊക്കെ വായിക്കാൻ ഇഷ്ടമാണ് എന്നൊന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ബുക്സ് എടുത്ത് കാണിച്ചു തന്നെ. അതെ, അന്നമ്മക്കുട്ടി ജോസിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാർ. അതെ, നമ്മുടെ ഭൂമിയിലും ഒരുപാട് നല്ല നല്ല മനുഷ്യരുണ്ടാവട്ടെ. അതുപോലെ അത്യാവശ്യം വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എഴുതുമായിരുന്നു ഞാൻ കുഞ്ഞിൽ, ഇപ്പോൾ ഒന്ന് നിർത്തി വെച്ചേക്കുവാണ്. സംസാരിക്കാൻ എല്ലാത്തിനേക്കാളേറെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ആരെയും ഹേർട്ട് ചെയ്യാണ്ട് എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ഒരു ലോകം, അത് കുഞ്ഞു ലോകമായാലും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകണമെന്ന് ഒരു പിടിവാശിക്കാരി കൂടിയാണ് ഞാൻ. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ വീട്ടിൽ എന്തായാലും ഒരു 3 റൂഹുണ്ട്. 3 റൂഹ എന്ന് പറയുമ്പോൾ ഒരു തള്ളക്കിളി, അതിൻ്റെ ഒരു കുഞ്ഞു കിളി, അതിൻ്റെ കുഞ്ഞു കിളിയുണ്ട്. അങ്ങനെ ഒരു 3 കിളികൾ ജീവിക്കുന്ന ഒരു ലോകമാണിത്. ഇക്ക എന്ന് പറയുന്നത് പ്രവാസിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം എൻ്റെ ഇക്ക വരണത് 1.5 വർഷമൊക്കെ ആകുമ്പോഴായിരിക്കും മേ ബി വരിക. ഇക്കാക്ക് ലീവും കുറവാണ്, ചിലപ്പോൾ 15 ദിവസമൊക്കെ ആയിരിക്കും നമ്മളോട് സ്പെൻഡ് ചെയ്യുക. വീണ്ടും പ്രവാസ ലോകത്തോട്ടൊക്കെ പോവുകയാണ്. സോ നമുക്ക് ജീവിക്കേണ്ട പിള്ളേ ഭക്ഷണം ഉള്ളിലോട്ട് ചെല്ലണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാട്ടിലാണ് ഇക്ക. സോ അതാണ് ഇക്ക അധികം നമ്മൾ വീട്ടിലും വീഡിയോയ്ക്ക് ഉള്ളിലൊന്നും ഇല്ലാത്തത്. സോ ഇൻഷാ അല്ലാഹ് ഞാൻ ഇക്കാലത്ത് ചെല്ലുന്ന സമയം എൻ്റെ ഇക്കായുമായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അത് വേറെ. ഇതിൻ്റെ ഫ്ലോർ ഉണ്ടോ, ഫ്ലോറൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ തന്നെയാണ് വീടിൻ്റെ ഫ്ലോറൊക്കെ പുതുക്കി പണിയണ സമയത്ത് ഈ തറ പോലും സെലക്ട് ചെയ്തേക്കുന്നത്, മാർബിൾ എടുത്തുകൊണ്ട് വന്നത്, സെറ്റ് ചെയ്തേക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ്. സോ എൻ്റെ ഉമ്മച്ചിയെടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാൻ ഉമ്മച്ചിയുടെ ആണല്ലേ, ഞാൻ എൽസമ്മ എന്ന ആൺകുട്ടിയല്ലേ ഉമ്മ, ഞാൻ പെൺകുട്ടിയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വാദിക്കലുണ്ട്. ഉമ്മച്ചി തന്നെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കലുമുണ്ട്. സോ എൻ്റെ വീട്ടിൽ ചില സമയങ്ങളിൽ പെണ്ണും ഞാൻ തന്നെയാണ്, ചില സമയങ്ങളിൽ ആൺകുട്ടിയും ഞാൻ തന്നെയാണ്. അത്രയേ ഉള്ളൂ. എനിക്ക് മണി ട്രീ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടാരോ കേട്ടൊരു കഥയാണ്, മണി ട്രീ നന്നായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ പണം വരും അത്രേ, അല്ലെങ്കിൽ കാണത്രേ. അങ്ങനെയൊക്കെ വെറുതെ പറയുന്നതാണ്. എന്തായാലും ആ ചെടിയൊക്കെയാണ് നല്ല രസമല്ലേ, ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാൻ മണി ട്രീ കീപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതെൻ്റെ ചക്കര മുത്താണ്. എൻ്റെ കൂടെ ഇവൾ കൂടെ കൂടിയിട്ട് ഒരു 5-6 വർഷമായി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൂഹുകളിൽ ഒന്ന് ഇതാ ഇരിക്കുന്ന റോക്കിയും കൂടെയാണ് കേട്ടോ. സോ അവൾ എൻ്റെ വീഡിയോക്കുള്ളിൽ ഇരുന്നോട്ടെ. സോ ഞാൻ പറയാറില്ല, എനിക്ക് എപ്പോഴും എൻ്റെ വീടിന് ഒരു കിളിക്കൂട് പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കത് തോന്നൽ. സോ നിങ്ങൾക്ക് എന്താ തോന്നണേ, ഒരു കിളിക്കൂട് തന്നെയല്ലേ അല്ലേ? ഇതൊരു ഹാളിൻ്റെ അകത്ത് മൊത്തത്തിൽ വന്നൊരു ഫിഗറാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ കിളിക്കൂട് എന്ന് പറയണത്. പക്ഷെ അൽഹംദുലില്ലാ അതാ ആ വീട്ടിലെ റാണിയാണ് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മച്ചി വീഡിയോയ്ക്ക് മുമ്പിൽ വരൂല എന്നൊക്കെ നിർബന്ധം പിടിച്ചാണ്. ഞാൻ പറഞ്ഞു, ഉമ്മച്ചി ഇത് നമ്മളെ വീഡിയോ ആണ്, എൻ്റെ വീഡിയോയിൽ സെലിബ്രിറ്റി എന്ന് പറയുന്നത് നിങ്ങളാണ്. സോ നിങ്ങൾ വരിയെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ച് അങ്ങനെ അതാ വരണതാണ്. സോ ഉമ്മച്ചിയും കൂടെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുകയും ചെയ്യാമല്ലോ. അതോ ഉമ്മച്ചി മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്.
നിസ്കാര റൂം അപ്പുറത്താണ്. അവിടെയും നിസ്കരിച്ചതിന് ശേഷം പിന്നെ ഉമ്മ ഫ്രീ ആയിട്ട് ഉമ്മച്ചിയായാലും ഉപ്പയായാലും ഏറ്റവും കൂടുതൽ ഇരുന്നിരുന്ന സ്ഥലമാണ് ഇതാ ഇവിടെ. എൻ്റെ ഉമ്മ എന്തോ പറഞ്ഞപ്പോൾ ഇരുന്ന് ചിരിക്കുകയാണ്. എൻ്റെ വീഡിയോയെക്കുറിച്ച് എന്തോ പറഞ്ഞിട്ടിരുന്ന് ചിരിക്കുന്നതാണ്. ഓക്കെ, ഇത് വല്ല സക്സസ് ആവുമോ എന്തൊക്കെ ചോദിക്കണേണ്, ഇത് വല്ലതും കരയമ്മേലെത്തുമോ എന്തൊക്കെ ചോദിച്ചിട്ട് ചിരിക്കുന്നതാണ് കേട്ടോ. സോ എനിക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് നീല നിറം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതെ, അനന്തമായ എല്ലാ സ്നേഹത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ചു തരുന്നത് പടച്ചോൻ നീലയിലില്ലേ. ആകാശം നീലയാണ്, കടൽ നീലയാണ്. സോ അതുപോലെ എനിക്കും ബ്ലൂവിനോട് എന്തോ ഒരു ഇഷ്ടമാണ്. സോ വീട്ടിൽ എവിടെ നോക്കിയാലും ഒരു ബ്ലൂ മയം എവിടെയെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ട് സെഹറ എന്നോട് പറയലുണ്ട്, ഉമ്മച്ചി ഇനി പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്ക് പിങ്ക് അടിക്കാം, കാരണം അവൾക്ക് പിങ്കാണ് ഇഷ്ടം. ഉമ്മച്ചി ചോദിക്കുന്നുണ്ട് എന്നെ എടുത്ത പോലെ നീ റോക്കീനെ എടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉമ്മച്ചിയുടെ 4ാമത്തെ മോളാണിത്. അതുകൊണ്ടാണ് അത്. ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോക്കീനെ. വഴക്ക് പറയും, എന്നെ വഴക്ക് പറയുന്ന പോലെ തന്നെ റോക്കീനെ വഴക്ക് പറയും. അതുപോലെ തന്നെ ഞാൻ കഴിക്കാതിരുന്നാലും ഉമ്മച്ചി പോയി കഴിക്കുക പറയും. അതുപോലെ തന്നെ റോക്കി കഴിക്കാണ്ടിരുന്നാലും ബിസ്ക്കറ്റൊക്കെ തീർന്നു കഴിഞ്ഞാൽ ആദ്യം ഓർക്കേണ്ടതും ഉമ്മച്ചി തന്നെയാണ്. അവളെ ബിസ്ക്കറ്റ് തീർന്നു പോയി മേടിച്ചിട്ട് വാ പറയും. ഇത് കണ്ട ഉമ്മച്ചിയുടെ കുഞ്ഞ് ഗ്രൈൻഡറും, ഉമ്മച്ചിക്ക് ഗ്രൈൻഡർ വേണം. ഇത് ഞങ്ങളെ കുഞ്ഞടുക്കളയാണ്. ഇവിടെ വെച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് പല ചിന്തകളിങ്ങനെ മനസ്സിലൂടെ കടന്നു പോണത്. ഇതിൻ്റെ ഈ പുറം കാഴ്ചകൾ ഇവിടെ കുറച്ച് പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് രാവിലെ വന്നിട്ട് ഇങ്ങനെ ജനൽ പറഞ്ഞ് കുറേ സമയം ഞാൻ ഒരു കാര്യമില്ലാണ്ട് വെറുതെ നോക്കി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. എന്തിനാ നോക്കണമെന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല, പച്ചപ്പ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. സോ ഇതാണത് വെളിയിലെ കാഴ്ച. പിന്നെ ഇതാ ഇവിടേക്ക് ഉമ്മച്ചിയുടെ കുറച്ച് പൊടികളും, ഇത് ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ കുഞ്ഞടുക്കളയെന്ന് പറയുന്നത്. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല. പഴമയിലുള്ളൊരു വീടാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാണ്ട് കുറച്ചധികം പഴക്കമുള്ള ഒരു വീട് തന്നെയാണ്. ഇത് പുറത്തെ നമ്മളെ വാഴയും നമ്മളെ രാധാൻറ്റി വെച്ച വാഴയാണ്. ഇവിടെ കായ്ക്കത്തില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് വാശിപ്പുറത്ത് രാധാൻറ്റി വെച്ചാണ്. രാധാൻറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മച്ചിയിൽ അത്രയും ബെസ്റ്റ് ബടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി എപ്പോഴും വരലുണ്ട്. ഓണാകുമ്പോൾ ഒരു സദ്യ കിട്ടണമെങ്കിൽ രാധാൻറ്റി വരണം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലായില്ലേ. സോ ഞാനൊരു പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മച്ചിക്ക് ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ രാധാൻറ്റിക്കും കൂടെ ഒരു സാരി എടുക്കണമെന്ന് വിചാരിക്കുന്ന റൂഹുകളിൽ ഒന്നും കൂടിയാണ് എൻ്റെ രാധാൻറ്റി എന്ന് പറഞ്ഞാൽ. സോ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് രാധാൻറ്റി. ഇൻഷാല്ലാ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഹോം ടൂർ പോലെയൊക്കെ എടുക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ രാധാൻറ്റിയും കൂടെ ഉൾക്കൊള്ളിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാധാൻറ്റീനെ, അതുകൊണ്ടാണ്. സോ ഇത് നമ്മളെ കുഞ്ഞ് ഹാളിൽ നിന്നിട്ട് വെളിയിലോട്ട് വീണ്ടും ഞാൻ വരികയാണ്. ഇത് എൻ്റെ ഉപ്പച്ചിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന സ്ഥലം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഉപ്പച്ചി ഏറ്റവും അവസാനം സ്പെൻഡ് ചെയ്ത സമയം ഈ സോഫിയമ്മേലാണ്. ഇവിടെയാണ് എൻ്റെ ഉപ്പ ഏറ്റവും കൂടുതൽ നിസ്കരിച്ചിട്ട് വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഈ പടിക്കെട്ടുകൾ കയറി കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഷൂട്ട് സ്ഥലമായിട്ടുള്ള ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്ന സ്ഥലം അവിടെയാണ് കുറച്ച് ലൈറ്റപ്പും കാര്യമൊക്കെ ഉണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. സോ എൻ്റെ വെളിയിൽ വന്ന് നിൽക്കുമ്പോഴുള്ള കാഴ്ചകൾ ഇതാണ്. ഞാൻ വെളിയിൽ വെറുതെ ഹാളിലൊക്കെ വന്ന് സിറ്റൗട്ടിലേക്ക് ഇരുന്നിട്ട് വെറുതെ അയവിറക്കുന്ന സ്ഥലം ഇതൊക്കെയാണ്. എന്തിനാണ് നോക്കണമെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞുള്ള എന്തിനോ ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കലുണ്ട്. സോ ഫ്രണ്ടിലൊരു പേരയ്ക്കാന്മാരുണ്ട്. പേരയ്ക്ക നന്നായിട്ട് കായ്ക്കുമായിരുന്നു. ആര് വന്നാലും റമളാൻ മാസത്തിലൊക്കെ ആയിരിക്കും പുള്ളിക്കാരി ഭയങ്കരമായിട്ട് പൂവിട്ട് കായ്ക്കുക. അപ്പോൾ എല്ലാവരും കൊടുക്കലുണ്ട് കേട്ടോ. ഇവിടെ എന്ത് ബലം ഉണ്ടായാലും നമുക്ക് മാത്രമല്ല അത് യൂസ്ഫുൾ ആയിട്ടുള്ളത്, എല്ലാവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള കൈകളാണ് എൻ്റെ ഉമ്മച്ചിയുടെ. അത് DNA കലർന്നു പോയൊരു സംഭവമാണ്. അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മച്ചിയുടെ ഉപ്പ ഭയങ്കരമായിട്ട് സദക്ക ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ഫിലോസഫിക്കാരനായിരുന്നു. പുള്ളിക്കാരൻ പോലീസിലായിരുന്നു. എൻ്റെ ഉപ്പയാണെങ്കിൽ എല്ലാവർക്കും എല്ലാം മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും പോയിട്ട് അവർ ആഹാരം കഴിച്ചു എന്ന് ചോദിച്ചിട്ട് അവർക്ക് എല്ലാ സാധനവും മേടിച്ചു കൊടുക്കുന്ന ഒരു റൂഹാണ് എൻ്റെ ഉപ്പച്ചിയുടെ, അതായത് എൻ്റെ ഉമ്മച്ചിയുടെ ഉപ്പാടെ. സോ ആ ഒരു DNA എൻ്റെ ഉമ്മയുടെ ദേഹത്ത് എന്തായാലും ഉണ്ട്. സോ അതിൻ്റെ ഒരു ബ്ലഡ് കുറച്ചൊക്കെ എൻ്റെ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഉപ്പച്ചിയുടെ ബ്ലഡും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 വെർഷനിലായിട്ട് ഞാൻ മാറലുണ്ടെന്ന് എൻ്റെ ഉമ്മ പറയും. ചില സമയത്ത് ഉമ്മ ആവലുണ്ട്, ചില സമയത്ത് വാപ്പയും ആവലുണ്ട്. സോ എന്തെന്നാലും അൽഹംദുലില്ലാ എൻ്റെ ഉമ്മച്ചിയുടെ ഫേവറേറ്റ് സ്ഥലമാണ്. അവിടെ ഇരുന്നാലേ ഉമ്മക്കൊരു വർക്കത്തുള്ളൂ. അവിടെയാണ് ഉമ്മച്ചിയുടെ കുറേ മെഡിസിൻ ബോക്സും സംഭവമൊക്കെ ഉള്ളത് അവിടെയാണ്. അതുകൊണ്ട് അവിടെ പോയിരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുന്ന ആൾ. സോ എൻ്റെ വീഡിയോക്കുള്ളിൽ 2 ചക്കരകളെ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ സ്നേഹിക്കണ പോലെ എൻ്റെ മക്കളെ നിങ്ങൾ സ്നേഹിക്കണം കേട്ടോ ഇനി. കാരണം എൻ്റെ ചക്കര മുത്തുകളാണ്. വീഡിയോയ്ക്ക് കണ്ടൻറ്റ് തരാത്ത ഒരാളാണ് ഇത് അവിടെ ഇരിക്കുന്നത്. അവൾക്ക് ക്യാമറ ഇഷ്ടമില്ല. ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഓടിപ്പാഞ്ഞിട്ട് എന്താ പറയുക, ബൈക്കിൻ്റെ കവറിൻ്റെ ഉള്ളിലൊക്കെ പോയിരുന്നിട്ട് പതുക്കെ പാത്തു നോക്കും എന്നെ ഇവളെടുക്കുന്നുണ്ടോ, ഉമ്മച്ചി എന്നെ ക്യാമറയ്ക്കുള്ളിലാക്കണുണ്ടോ. എനിക്ക് വീഡിയോയ്ക്ക് ഉള്ളിൽ വരാൻ താല്പര്യമില്ല എന്നുള്ള ആളാണ് എൻ്റെ റോക്കി. സോ ഇതാണ് എൻ്റെ ഹാള്, എൻ്റെ കുഞ്ഞു കളിക്കൂടെ എൻ്റെ ലോകം. ദുനിയാവിൻ്റെ ഏതറ്റത്ത് പോയാലും എൻ്റെ റൂഹ് തിരിച്ചെത്തുന്നൊരു ലോകം എന്ന് പറയുന്നത് ഈ കുഞ്ഞു കളിക്കൂടാണ്. സോ എനിക്ക് അത്രത്തോളം ഇഷ്ടവും പോസിറ്റീവ് വൈബ്രേഷനും ഉള്ള ഒരു പ്ലേസും കൂടെയാണിത്. അൽഹംദുലില്ലാ എൻ്റെ ഉപ്പച്ചീൻ്റെ ബ്ലഡാണിത്. എൻ്റെ വാപ്പാര അധ്വാനാണ് ഈ വീട്. സോ അത്രത്തോളം എനിക്ക് സ്പെഷ്യലാണിത്.
എല്ലാവർക്കും അവരുടെ ഉപ്പ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ തന്നെയല്ലേ. അത് എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ തൊള്ളും തണല്, എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്. എനിക്ക് ഈ വീട് വിൽക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റും